ജീവിതത്തിൽ ഒറ്റപ്പെടലും സങ്കടവും ഭയവും അസ്വസ്ഥതകളും നിറയുമ്പോൾ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നില്ലെന്ന നിസ്സഹായതയിൽ നിങ്ങൾ തളർന്നിരിക്കുകയാണോ? നമ്മുടെ ഈ ആകുലതകളുടെ നടുവിലേക്ക് പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും വെളിച്ചം വീശുന്ന ഇന്നത്തെ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനഭാഗങ്ങളെ ഒത്തിരി ക്ഷമയോടെ ധ്യാനിക്കാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഏശയ്യായുടെ പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ദൈവത്തോടുള്ള വിശ്വസ്തത ലംഘിച്ച ജനത്തിന്റെ പാപങ്ങളെയും അവർക്കുള്ള ശിക്ഷാവിധിയെയും കുറിച്ചാണ് ആദ്യ അധ്യായങ്ങളിൽ പ്രവാചകന് ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നത്. എങ്കിലും സിയോൻ മലയിലേക്ക് ജനതകൾ ഒഴുകിയെത്തുന്ന രക്ഷയുടെ മഹത്തായ പ്രത്യാശയും വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. മനുഷ്യന്റെ അഹങ്കാരത്തെ ദൈവം തകർക്കുമെന്നും അവിടുത്തെ നീതി മാത്രമേ ആത്യന്തികമായി നിലനിൽക്കുകയുള്ളൂ എന്നും ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജെറുസലേമിന്റെ വീഴ്ചയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ദൈവകൽപ്പനകൾ ലംഘിക്കുന്നതിന്റെ കഠിനമായ പ്രത്യാഘാതങ്ങളെ കാണിച്ചു തരുന്നു. എന്നാൽ ഈ കഠിനമായ ശിക്ഷകൾക്കിടയിലും ജനത്തെ ശുദ്ധീകരിച്ച് വീണ്ടെടുക്കും എന്ന ദൈവത്തിന്റെ വലിയ വാഗ്ദാനവും ഇതിലുണ്ട്. അധർമ്മത്തിന്റെ വഴികൾ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വരാൻ ഈ അധ്യായങ്ങൾ നമ്മെ ഓരോരുത്തരെയും, നിങ്ങളെയും എന്നെയും ശക്തമായി ഈ തരുണത്തിൽ ആഹ്വാനം ചെയ്യുന്നു. ഏശയ്യാ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. രക്ഷിക്കപ്പെടുന്ന ശേഷിപ്പിന് ലഭിക്കുന്ന ദൈവിക മഹത്വവും ഇസ്രായേലിനെ ഒരു മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ചുള്ള പ്രവാചകന്റെ വിലാപഗീതവുമാണ് ഈ ഭാഗത്ത് നാം കാണുക. പ്രവാചകനായ ഏശയ്യാ ദൈവത്തിന്റെ പരിശുദ്ധി ദർശിക്കുന്നതും കർത്താവിന്റെ ദൗത്യത്തിനായി സ്വയം സമർപ്പിക്കുന്നതുമായ അവിസ്മരണീയമായ രംഗം 6-ാം അധ്യായത്തിലുണ്ട്. ദൈവമഹത്വത്തിന് മുന്നിൽ തന്റെ അശുദ്ധി തിരിച്ചറിഞ്ഞ പ്രവാചകൻ അവിടുത്തെ കൃപയാൽ വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവവിളിയോട് ഇതാ ഞാൻ എന്ന് മറുപടി നൽകാൻ ആവശ്യമായ വലിയ ദൈവാനുഭവം ഈ വചനങ്ങൾ നമുക്കും സമ്മാനിക്കുന്നു. കർത്താവിന്റെ ശുദ്ധീകരിക്കുന്ന അഗ്നി നമ്മുടെ ജീവിതങ്ങളെയും മാറ്റിമറിക്കാൻ ശക്തമാണെന്ന് പ്രവാചകൻ ഉറപ്പിച്ചു പറയുന്നു. ഏശയ്യാ 7 മുതൽ 9 വരെ. ആഹാസ് രാജാവിന്റെ അവിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ ഇമ്മാനുവേൽ എന്ന വലിയ പ്രവചനം ദൈവം ജനത്തിന് പ്രത്യാശയായി നൽകുന്നതാണ് ഈ ഭാഗം. ഇരുളിൽ നടന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു എന്ന വചനം മിശിഹായുടെ ജനനത്തെയും അവിടുത്തെ നിത്യമായ സമാധാന ഭരണത്തെയും പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കാതെ അന്യശക്തികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന തകർച്ചയെക്കുറിച്ച് പ്രവാചകൻ കൃത്യമായി താക്കീത് നൽകുന്നുണ്ട്. ജനത്തിന് രക്ഷകനായി ജനിക്കുന്ന ശിശു അത്ഭുത മന്ത്രിയും ശക്തനായ ദൈവവുമാണെന്ന വെളിപ്പെടുത്തൽ നമ്മുടെ എല്ലാ ഭയങ്ങളെയും മാറ്റുന്നു. കഠിനമായ പ്രതിസന്ധികളിലും ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്ന വലിയ സത്യം ഈ അധ്യായങ്ങൾ അടിവരയിടുന്നു. യെശയ്യാ 10 മുതൽ 12 വരെ. അസീരിയയുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷയും ജോസയുടെ കുറ്റിയിൽ നിന്ന് മുളച്ചു പൊന്നുന്ന രക്ഷകനായ മിശിഹായെക്കുറിച്ചുള്ള പ്രവചനവുമാണ് ഈ ഭാഗത്തിന്റെ കേന്ദ്രം. ദൈവത്തിന്റെ ആത്മാവ് സന്നിവേശിച്ച ആ പുതിയ ശാഖ ലോകത്തിൽ നീതിയും സമാധാനവും പുനഃസ്ഥാപിക്കുമെന്ന് പ്രവാചകൻ ദർശിക്കുന്നു. പ്രകൃതി പോലും ശാന്തമാകുന്ന ആ ദൈവിക ഭരണത്തിൽ ജനതകൾ മുഴുവൻ ദൈവത്തെ സ്തുതിക്കുമെന്ന പ്രത്യാശ ഇതിലുണ്ട്. ദൈവത്തിന്റെ കോപം മാറി അവിടുന്ന് തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള മനോഹരമായ സ്തുതിഗീതത്തോടെയാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. നമ്മുടെ തകർച്ചകളിൽ നിന്ന് പുതിയ ജീവൻ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് സാധിക്കും എന്ന് ഈ വചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഏശയ്യാ 13 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ബാബിലോണിന്റെ നാശത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വരാനുള്ള ആഹ്വാനവും ബാബിലോണിന്റെ നാശത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കഠിനമായ വിധിയും ഇസ്രായേലിന് ലഭിക്കുന്ന വലിയ മോചനവുമാണ് ഈ അധ്യായങ്ങൾ വിവരിക്കുന്നത്. അഹങ്കരിക്കുന്ന ജനതകളെ ദൈവം എപ്രകാരം തകിടം മറിക്കുമെന്ന മുന്നറിയിപ്പ് സകല മനുഷ്യർക്കും ഒരു പാഠമായി ഇവിടെ നൽകുന്നുണ്ട്. മോവാബിന്റെ തകർച്ചയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും ദൈവത്തിന്റെ പരമാധികാരത്തെ ലോകത്തിനു മുൻപിൽ വെളിപ്പെടുത്തുന്നവയാണ്. ലോകശക്തികളുടെ പതനവും ദൈവജനത്തിന്റെ സുരക്ഷിതത്വവും ഈ ഭാഗത്ത് വ്യക്തമായി പ്രതിപാദിക്കുന്നു. എത്ര വലിയ പ്രതിസന്ധിയിലും ദൈവത്തിന്റെ ജനത്തെ അവിടുന്ന് സംരക്ഷിക്കും എന്ന ഓർമ്മപ്പെടുത്തലാണിത്. ഏശയ്യാ 16 മുതൽ 18 വരെയുള്ള
അധ്യായങ്ങളുടെ വിചിന്തനം. മോവാബിന്റെ സങ്കടങ്ങളും ദമാസ്കസിന്റെ നാശവും ഇസ്രായേലിന്റെ ശേഷിപ്പിന് ലഭിക്കുന്ന ദൈവിക സംരക്ഷണവുമാണ് ഈ വചനഭാഗങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. ജനതകളുടെ അഹങ്കാരത്തെ ദൈവം തകർക്കുമെങ്കിലും അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് വലിയ അഭയം അവിടുന്ന് നൽകും. കുതിച്ചുയരുന്ന നൈൽ നദിയുടെ ദേശങ്ങൾക്കുള്ള മുന്നറിയിപ്പുകളും ദൈവത്തിന്റെ സാർവത്രികമായ ഭരണത്തെ കാണിക്കുന്നു. സകല ജനതകളും ഒടുവിൽ സിയോനിലെ സൈന്യങ്ങളുടെ കർത്താവിന് കാഴ്ചകളുമായി വരുമെന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ അലംഘനീയമായ പദ്ധതികൾ ചരിത്രത്തിൽ എപ്രകാരം പൂർത്തിയാകുന്നുവെന്ന് ഈ അധ്യായങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. ഏശയ്യ 19 മുതൽ 21 വരെ. ഈജിപ്തിന്റെ മേലുള്ള ദൈവത്തിന്റെ വിധിയും എന്നാൽ ഒടുവിൽ അവർക്ക് ലഭിക്കുന്ന സൗഖ്യവും അനുരഞ്ജനവും ഈ ഭാഗത്ത് അത്ഭുതകരമായി പ്രവചിക്കപ്പെടുന്നു. ബാബിലോണിന്റെയും ഏദോമിന്റെയും അറേബ്യയുടെയും തകർച്ചയെക്കുറിച്ചുള്ള ദർശനങ്ങൾ പ്രവാചകൻ ഈ അധ്യായങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട്. ലോകത്തിലെ മഹാശക്തികൾ പോലും ദൈവത്തിന്റെ മുൻപിൽ ഒന്നുമല്ലെന്ന് വചനം നമ്മെ വീണ്ടും ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ ശിക്ഷാവിധികൾക്കപ്പുറം സകല ജനതകളെയും ഒന്നിപ്പിക്കുന്ന ദൈവത്തിന്റെ വലിയ കാരുണ്യം ഇവിടെ വെളിപ്പെടുന്നു. ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതികൾ ഒരു ജനതയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. യെശയ്യാ 22 മുതൽ 23 വരെ. ദർശന താഴ്വരയായ ജെറുസലേമിന്റെ അശ്രദ്ധയെയും അതിന്റെ പതനത്തെയും കുറിച്ചുള്ള കഠിനമായ വിലാപമാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത്. ഒപ്പം വലിയ വാണിജ്യ കേന്ദ്രമായിരുന്ന ടൈറിന്റെ തകർച്ചയെക്കുറിച്ചുള്ള പ്രവചനവും ദൈവത്തിന്റെ പരമാധികാരം വെളിപ്പെടുത്തുന്നു. ലൗകിക സമ്പത്തിലും സ്വന്തം സുരക്ഷയിലും അഹങ്കരിക്കുന്നവർക്കുണ്ടാകുന്ന നാശത്തെ പ്രവാചകൻ ശക്തമായി ഇവിടെ അപലപിക്കുന്നു. ദൈവത്തെ മറന്നുകൊണ്ടുള്ള മാനുഷിക പദ്ധതികളെല്ലാം വ്യർത്ഥമാണെന്ന് ഈ അധ്യായങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. ഭൂമിയിലെ നശ്വരമായ സുഖങ്ങളിലും തിരക്കുകളിലും മുഴുകി ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനുണ്ടാകുന്ന ശൂന്യതയെ മാറ്റാൻ ലോകത്തിന് കഴിയില്ല. ദൈവത്തോടുള്ള അടങ്ങാത്ത ദാഹം മാത്രമാണ് മനുഷ്യന്റെ യഥാർത്ഥ ആന്തരിക വാഞ്ഛയെന്ന് ഈ തിരുവചനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ലൗകിക ആകർഷണങ്ങൾ നൽകുന്ന താൽക്കാലിക സമാധാനത്തെക്കാൾ ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിന് മാത്രമേ നമ്മുടെ ആത്മാവിന് നിത്യമായ ശാന്തി നൽകുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, സഭയുടെ പരിശുദ്ധ പിതാക്കന്മാരുടെ പഠനമനുസരിച്ച് ദൈവവചനം കേൾക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിനാലാണ് മനുഷ്യന്റെ യഥാർത്ഥ ജ്ഞാനം അടങ്ങിയിരിക്കുന്നത്. ഏശയ്യാ പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ മിശിഹായിൽ പൂർത്തിയായതായി പിതാക്കന്മാർ ഓർമ്മിപ്പിക്കുന്നു. ലൗകികമായ ആശ്രയങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് തിരിയണം എന്നാണ് സഭാപിതാക്കന്മാരുടെ നിരന്തരമായ ഉദ്ബോധനം. ആദിമസഭ ഈ പുസ്തകത്തിലെ കഠിനമായ പല പ്രവചനങ്ങളെയും മിശിഹായുടെ പീഡാസഹനങ്ങളുമായും അവിടുത്തെ മഹത്വീകരണവുമായും ബന്ധപ്പെടുത്തിയാണ് വ്യാഖ്യാനിച്ചത്. ഇരുളിൽ കഴിഞ്ഞ ജനത്തിന് ലഭിച്ച വലിയ പ്രകാശം ക്രിസ്തുവാണെന്ന് അവർ ദൃഢമായി വിശ്വസിച്ചു. പ്രവാചകന്റെ കഠിനമായ മുന്നറിയിപ്പുകൾ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ സഭയ്ക്ക് വലിയ പ്രത്യാശയുടെ സന്ദേശമായി മാറുകയും ചെയ്തു. ഏശയ്യാ പ്രവാചകൻ നൽകുന്ന ഈ വിശുദ്ധീകരണത്തിന്റെ ആഹ്വാനം കത്തോലിക്കാ സഭയിലെ വിശുദ്ധ കൂദാശകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. കർത്താവിന്റെ മുൻപിൽ പ്രവാചകൻ തന്റെ അശുദ്ധി ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ പാപസങ്കീർത്തനം എന്ന കൂദാശയിലൂടെ നാമും പൂർണ്ണമായി കഴുകി വെടിപ്പാക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ മിശിഹായുടെ ദിവ്യ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാക്കൾ ദൈവിക കൃപയാൽ നിറയുകയും ബലപ്പെടുകയും ചെയ്യുന്നു. പ്രിയ സഹോദര സഹോദരി, ഈ ഭൂമിയിലെ ജീവിതം നശ്വരമാണെന്നും നാം നിത്യമായ ലക്ഷ്യം വെച്ച് ജീവിക്കേണ്ടവരാണെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ വചന ധ്യാന ഭാഗം അന്തിമവിധിക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാനും ദൈവത്തിന്റെ മുഖാമുഖം ദർശിക്കുന്ന ആനന്ദത്തിനായി കാത്തിരിക്കുവാനും നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നു. സ്വർഗീയ മഹത്വത്തിലേക്ക് കൺകളുയർത്തിക്കൊണ്ട് ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച് നമുക്ക് ജീവിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാം. ഈ തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നതിനും ദൈവാനുഭവം ആഴപ്പെടുന്നതിനുമായി കത്തോലിക്കാ സഭയുടെ POC പതിപ്പ് ബൈബിൾ വായിച്ച് ഈ അധ്യായങ്ങൾ വ്യക്തിപരമായി തന്നെ വായിച്ച് ധ്യാനിക്കാൻ നിങ്ങൾ ഏവരെയും ഞാൻ സ്നേഹപൂർവ്വം പ്രോത്സാഹിപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ ഏവരും അനുഗ്രഹിക്കപ്പെടട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം, ദൈവ തിരുമനസ്സിന്റെ നാമത്തിൽ തന്നെ. അതുവരെ പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ഈശോയെ പങ്കുവയ്ക്കാം.